എല്ലാവർക്കും നമസ്കാരം. അനീഫ് അദാനിയുടെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ വയലൻസ് ചിത്രമായ മാർക്കോ ഇന്ന് വിജയകരമായിട്ട് തിയേറ്ററുകളിൽ 15 ദിവസങ്ങൾ പിന്നിടുകയാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് കൂടി ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ആവുകയാണ്. തമിഴ്നാട്ടിൽ ഏകദേശം 140 മുകളിലുള്ള സ്ക്രീനിൽ 220 ഷോകൾക്ക് മുകളിലാണ് ഇന്ന് ചിത്രം പ്രദർശനത്തിന് ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സ് എന്ന നേട്ടത്തിലേക്ക് എത്തുന്നതായിരിക്കും. മാർക്കോയുടെ 15ാം ദിവസമാണ് ഇന്ന് തിയേറ്ററുകളിൽ. ചിത്രത്തിന്റെ മലയാളം പതിപ്പ് മാത്രം ഇന്ത്യയിൽ ഇന്ന് ആകെ കളിക്കാൻ പോകുന്നത് 500-ന് മുകളിലുള്ള ഷോകളാണ്. തമിഴ് പതിപ്പ് 220-ന് മുകളിലുള്ള ഷോകളും തെലുങ്ക് പതിപ്പ് 730-ന് മുകളിലുള്ള ഷോകളും ഹിന്ദി പതിപ്പ് 1050-ന് മുകളിലുള്ള ഷോകളും ഇന്ന് കളിക്കും. ഏകദേശം ടോട്ടലായിട്ട് ഇന്ത്യയിൽ മാത്രം ചിത്രം കളിക്കാൻ പോകുന്നത് 2500-ന് മുകളിലുള്ള ഷോകളാണ്. ഇതോടെ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ഷോ കളിക്കുന്ന ചിത്രമായിട്ട് മലയാള ചിത്രമായ മാർക്കോ മാറിയിരിക്കുകയാണ്. പുഷ്പ 2 പോലുള്ള വൻപൻ ചിത്രങ്ങളെ മറികടന്നുകൊണ്ടാണ് മാർക്കോ ഈ നേട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാർക്കോയുടെ 14ാം ദിവസമായ ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയുടെ വിറ്റുപോയത് ഏകദേശം 39,000-ൽ പരം ടിക്കറ്റുകളാണ്. കൂടാതെ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന് മാത്രം ഇന്ന് മാത്രം 55-ന് മുകളിലുള്ള സ്ക്രീനുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് പുതിയതായിട്ട്. ഇന്നത്തോടെ പുതിയൊരു വീക്കെൻഡ് കൂടി ആരംഭിക്കുന്നതോടുകൂടി തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ വീണ്ടും ഉയരാൻ പോവുകയാണ്. മാർക്കോയുടെ തമിഴ് പതിപ്പ് ചെന്നൈ സിറ്റിയിൽ മാത്രം 36 തിയേറ്ററുകളിലാണ് ഇന്ന് പ്രദർശനത്തിനെത്തുന്നത്. മാർക്കോ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. കൃത്യമായ കണക്കുകൾ, അതായത് ഒഫീഷ്യൽ കണക്കുകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിടാത്തത് കൊണ്ട് തന്നെയാണ് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ റിപ്പോർട്ട് കൃത്യമായി നമ്മുടെ ചാനലിലൂടെ പറയാത്തത്. കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലും ഇത്രയധികം തരംഗമായ ചിത്രം ഇതിനോടകം തന്നെ 100 കോടി കഴിയേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് ചിത്രത്തിന്റെ 100 കോടി വൈകുന്നത്? ശരിക്കും മലയാളത്തിൽ ഇതിനോടകം തന്നെ ഇതിനു മുമ്പ് തന്നെ 100 കോടി എത്തിയ ചിത്രങ്ങൾ ശരിക്കും 100 കോടി എത്തിയിട്ടുണ്ടോ? സിനിമാ പ്രേക്ഷകരുടെ മുമ്പിൽ പല ചോദ്യങ്ങളാണ് മാർക്കോ ഉന്നയിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.